എനിക്ക് ശ്രുതിയോട് ഞാൻ ഒരു കാര്യം നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചാൽ, ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല, എടുക്കാറില്ല. പക്ഷേ ഈ നമ്മൾ ഈ ലോട്ടറി എടുക്കുന്നത് പലതും ചിലപ്പോൾ അത് ബമ്പർ അടിക്കാനൊന്നും വേണ്ടിയായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ അംഗപരിമിതിയുള്ള ആളുകൾ അവരുടെ ഉപജീവന മാർഗമായിട്ടാണ് കൊണ്ടു നടക്കുക. പക്ഷേ എന്നാൽ പോലും പലയിടങ്ങളിലും ഈ കാഴ്ച പരിമിതിയുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ ലോട്ടറി വിൽക്കുമ്പോൾ അവരെ പറ്റിക്കുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ടിക്കറ്റ് മോഷ്ടിക്കുന്നവർക്ക് ഒരു പാഠമാണ് ഈ വാർത്ത എന്നാണ് പറയുന്നത് പ്രവീൺ പുരുഷോത്തമൻ. നിങ്ങളെ കുടുക്കാൻ ഒരു വിദ്യയുണ്ട്. പ്രവീണയാണ് പറയുന്നത്. കോട്ടയം സ്വദേശിനി റോസമ്മ സുഭാഷിന്റെ കഥയാണത്. കണ്ടിട്ട് വരാം. പരമാവധി കാഴ്ചയില്ലാത്തവരെ ചൂഷണം ചെയ്യാതെ ജീവിക്കാൻ നോക്കുക സത്യസന്ധമായിട്ട്. റോസമ്മ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു തവണയല്ല, പലവട്ടം റോസമ്മയുടെ ലോട്ടറി ടിക്കറ്റുകൾ മോഷണം പോയി. ആകെ വിൽക്കുന്നത് 75 ടിക്കറ്റ്. അതിൽ നിന്ന് മോഷണം കൂടി പോയാൽ കഞ്ഞി കൂടി മുട്ടും. ഗതികെട്ട് റോസമ്മ ഒരു പെൻ ക്യാമറയും മെമ്മറി കാർഡും വാങ്ങി. മോഷ്ടിക്കാനെത്തിയവരെ കയ്യോടെ പൊക്കി. പെൻ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവരെ കണ്ടുപിടിച്ചത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ ഓണാക്കി വെക്കും. ഓണാക്കി ഒന്നെങ്കിൽ ഇങ്ങനെ ഉടുപ്പേ കുത്തിയിടും, അല്ലെങ്കിൽ തട്ടേ വെക്കും. അപ്പം ഈ ക്യാമറ കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കിട്ടും. ക്യാമറ കറക്റ്റായിട്ട് ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പക്ഷേ കേസിനും വഴക്കിനും ഒന്നും നിന്നില്ല റോസമ്മ. അവർ പറഞ്ഞ തെറ്റാണെന്ന് അവർക്ക് ബോധ്യം വന്നു. അവർ തെറ്റ് ഒന്ന് തിരുത്തി കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അവർ ആദ്യമൊക്കെ തർക്കിച്ചു. പിന്നീട് അവർ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പറ്റിപ്പോയി, ഇനി അങ്ങനെ സംഭവിക്കത്തില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പക്ഷെ മേലെ എൻ്റെ ഈ പരിസരത്ത് പോലും അടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവർക്ക് മാപ്പ് കൊടുത്ത് നിരുപാധികം അവരെ വിട്ടയച്ചു. ഉപദേശം പോരാഞ്ഞ് മേലാൽ തന്റെ ഏരിയയിൽ വരരുതെന്ന താക്കീതും നൽകി. കേട്ടില്ലേ? ഇത്രയും വൈകല്യങ്ങളുള്ള മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്നതിലും നല്ലത് അധ്വാനിച്ച് ജീവിച്ചുകൂടെ? ഒരു ലേശം ഉളുപ്പ്. ചേച്ചി, എന്തായാലും നല്ല പ്രവൃത്തിയാ ചെയ്തേ. ഇതൊരു മാതൃകയാവട്ടെ. എനിക്ക് എന്തായാലും 2 ടിക്കറ്റ് വേണം. ദാ, അപ്പൊ ഭാഗ്യം ഉണ്ടോന്നും കൂടെ നോക്കാം അല്ലേ? ചേട്ടും അപ്പൊ ശരി. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.